UDF വിട്ട LDFിൽ ചേരാനുള്ള സാഹസിക തീരുമാനം അത് ശരിയെന്ന് തെളിയിച്ച നേതാവ്. കോഴമാണി എന്ന് വിളിപ്പിച്ചവരെ കൊണ്ട് KM മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ തീരുമാനമെടുപ്പിച്ച മകൻ. ഇങ്ങനെ പല കാരണങ്ങളാൽ വ്യത്യസ്തനായ ജോസ് കെ മാണി എന്ന നേതാവിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഭാവി സാധ്യതകൾ എന്തെല്ലാമാണ്? നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് ജോസ് കെ മാണി. ധീരനായ ഒരു നേതാവെന്ന വിശേഷണം ജോസ് കെ മാണിക്കില്ല. പക്ഷേ ധീരമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ തൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായക മാറ്റം വരുത്തിയ നേതാവാണ് ജോസ് കെ മാണി. അത്രമേൽ സാഹസികമായിരുന്നു UDF വിട്ട് LDFിലെത്താനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനം. പാളിപ്പോയാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടയുകയും അതോടൊപ്പം തന്നെ പിതാവ് KM മാണി രൂപീകരിച്ച കേരള കോൺഗ്രസ് M എന്ന രാഷ്ട്രീയ പാർട്ടി തകരാനോ പല കഷ്ണങ്ങളായി പിളരാനോ ഉള്ള സാധ്യതകൾ അത്രമേലായിരുന്നു. എന്നാൽ ഇടതുമുന്നണിയുടെ തുടർജയം വഴി തൻ്റെ രാഷ്ട്രീയ തീരുമാനം ശരിയായിരുന്നുവെന്ന് തെളിയിക്കാനും അതുവഴി കേരളത്തിലെ ഏറ്റവും ശക്തനായ കേരള കോൺഗ്രസ് നേതാവായി മാറാനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒന്നാം നമ്പർ കേരള കോൺഗ്രസ്സായി നിലനിർത്താനും ജോസ് കെ മാണിക്ക് കഴിഞ്ഞു. KM മാണിയെപ്പോലെ രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ കുശാഗ്രബുദ്ധിക്കാരനായ ഒരു നേതാവിൻ്റെ അഭാവത്തിൽ ജോസ് കെ മാണിക്ക് അധികകാലം ഈ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിൽ നിർത്താനാവില്ല എന്ന തരത്തിലായിരുന്നു ഒരു പൊതുവായി തുടക്കത്തിലൊക്കെ ഉണ്ടായ വിലയിരുത്തലുകൾ. അധികാര തർക്കവും പിളർപ്പും കേരള കോൺഗ്രസ്സുകാരുടെ ജനിതക ഘടനയുടെ തന്നെ ഭാഗമാണ്. അങ്ങനെ ഒരു പാർട്ടിയെ പിളർപ്പില്ലാതെ കേരള കോൺഗ്രസ്സുകളിൽ ഒന്നാം നമ്പർ പാർട്ടിയായി ഇത്ര കാലം നിലനിർത്താനായി എന്നത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. പുറമേക്കുള്ള പതിഞ്ഞ പ്രകൃതം പോലെയല്ല KM മാണിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞത തനിക്കും കൈമുതലായി ഉണ്ടെന്നും ജോസ് കെ മാണി കാലങ്ങൾ കൊണ്ട് തെളിയിച്ചു. കോഴമാണി എന്ന് വിളിച്ച പാർട്ടിക്കാരെ കൊണ്ട് തന്നെയാണ് മാണിസാർ എന്ന് വിളിപ്പിക്കുകയും KM മാണിയെ പുകഴ്ത്തി പറയിക്കുകയും അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ പണവും സ്ഥലവും അനുവദിപ്പിക്കുകയും എല്ലാം ചെയ്തത്. അങ്ങനെ ഒരു മകൻ എന്ന നിലയിൽ കൂടിയാണ് ജോസ് കെ മാണിയുടെ പ്രത്യേകത. പിളരാതെ പാർട്ടിയെ നിലനിർത്തുന്നതിലും അധികാരം നിലനിർത്തുന്നതിലും വിജയിച്ചുവെങ്കിലും സ്വന്തം വിജയം ഉറപ്പാക്കുന്നതിൽ ആ മികവ് തെളിയിക്കാൻ ജോസിനായില്ല. പാലയ്ക്ക് ഒരു വിലാസമേ 2019 വരെ ഉണ്ടായിട്ടുള്ളൂ. അത് അരനൂറ്റാണ്ടിലേറെക്കാലം പാലയെ പ്രതിനിധീകരിച്ച KM മാണിയാണ്. പക്ഷേ KM മാണിയെ മാത്രം വിജയിപ്പിച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടിത്തറയായ പാലയിൽ ജയിക്കാൻ ജോസിനായില്ല. കേരളമാകെ ഇടതു തരംഗം ആഞ്ഞടിക്കുകയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസിലെ മറ്റുള്ളവരൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടും പാർട്ടിയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ കോട്ടയിൽ ജോസ് കാലിടറി വീണു. അവസാന കാലങ്ങളിൽ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞെങ്കിലും കൊടുങ്കാറ്റും പേമാരിയും അടക്കം രാഷ്ട്രീയ കോളിളക്കങ്ങൾ പലത് വന്നിട്ടും മാണിയെയും പാലയെയും വേർപെടുത്താൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഓർക്കണം. പാലയിലെ പരാജയത്തിൻ്റെ ആഴം അത്രത്തോളം വലുതായിരുന്നു. പാലയിൽ ജയിക്കാനായിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് M പ്രതിനിധിയായി ഈ മന്ത്രിസഭയിൽ ആര് വരുമായിരുന്നു എന്ന ചോദ്യം തന്നെ ഉയരുമായിരുന്നില്ല. പകരക്കാരനായി റോഷി അഗസ്റ്റിനെ മന്ത്രിയാക്കിയപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം വെച്ച് ക്രമേണ പാർട്ടി നേതൃത്വം അധികാരമുള്ള റോഷിയിലേക്ക് മാറാൻ അത്ര വലിയ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവിടെയും കാര്യമായ പരിക്കില്ലാതെ പിടിച്ചു നിൽക്കാൻ ജോസിനായി. അടുത്തിടെ UDF പാളയത്തിലേക്കുള്ള മടക്കം മുടങ്ങിയത് റോഷിയാണെന്നത് പരസ്യമായ രഹസ്യമാണെങ്കിലും പാർട്ടിയിൽ തൻ്റെ മേധാവിത്വം അപ്പോഴും ഉറപ്പിച്ചു നിർത്താനും ജോസിന് കഴിഞ്ഞു. ജോസ് കെ മാണിക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വെക്കുന്ന പ്രധാന രാഷ്ട്രീയ ഭാവിയുടെ സാധ്യതകൾ പരിശോധിക്കാം. സാധ്യത 1, LDFും ജോസ് കെ മാണിയും ജയിക്കുന്നു. ഇടതുമുന്നണിക്ക് മൂന്നാം മുഴുവൻ ലഭിക്കുകയും ജോസ് കെ മാണി പാലയിൽ നിന്ന് ജയിക്കുകയും ചെയ്താൽ വരുന്ന മന്ത്രിസഭയിൽ പ്രധാന വകുപ്പുകളിൽ ഒന്നിൻ്റെ ചുമതലയുള്ള മന്ത്രിയാവും. ഒപ്പം കേരള രാഷ്ട്രീയത്തിലെയും മധ്യ കേരളത്തിലെയും കേരളമാകെ ക്രൈസ്തവ വിഭാഗത്തിനിടയിലെയും ഏറ്റവും കരുത്തനായ നേതാവായി ജോസ് കെ മാണി മാറും. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇത് സാധ്യമാകണേ എന്നൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതും ഇത്തരം ഒരു രാഷ്ട്രീയ സാധ്യത തുറന്നു കിട്ടണേ എന്ന് തന്നെയാവും. ഇടതുമുന്നണിയുടെ വമ്പൻ ജയത്തിനപ്പുറം കേരള കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ നിർണായകമാകുന്ന ചെറിയ ഭൂരിപക്ഷമാകും പക്ഷേ കൂടുതൽ ജോസ് കെ മാണി ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ ജോസിൻ്റെ കരുത്തും സമ്മർദ്ദശേഷിയും കൂടും. ഇനി സാധ്യത 2, LDFിന് ജയം, ജോസ് കെ മാണിക്ക് പാലയിൽ തോൽവി. LDF വീണ്ടും വിജയിച്ചാൽ പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജയം കൂടിയാവും അത്. പക്ഷേ മന്ത്രിസഭയിലേക്ക് റോഷി അഗസ്റ്റിനെയോ മറ്റൊരു MLA-യോ നിയോഗിക്കേണ്ടി വരും. വീണ്ടും മന്ത്രിമോഹം അടച്ചു വെക്കേണ്ടിയും വരും ജോസ് കെ മാണിക്ക്. റോഷിക്ക് ഒരു തവണ കൂടി അവസരം നൽകിയാൽ പാർട്ടിയിലെ അധികാര കേന്ദ്രം മാറുമോ എന്ന ഭയം സ്വാഭാവികമായും ജോസിനുണ്ടാകും. പക്ഷേ റോഷിയെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരിക എന്നത് ഇപ്പോഴത്തെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ര എളുപ്പമാവില്ല. അതിന് ജോസിന് കഴിഞ്ഞാൽ
പാർട്ടി ലീഡർ എന്ന നിലയിൽ അധികാരം നിലനിർത്തി മുന്നോട്ട് പോകാനായേക്കും. പക്ഷേ അപ്പോഴും പിളർപ്പിനുള്ള ഒരു സാധ്യത തള്ളാനാവില്ല. സാധ്യത 3. LDF തോൽവി, പാലയിൽ ജോസ് കെ മാണിക്ക് ജയം. UDF ഭരണം കിട്ടിയാലും പാലയിൽ ജയിക്കാനായാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. ഒപ്പം മറ്റൊരു സാധ്യതയുള്ളത് മുന്നണി മാറ്റം എന്ന് പറയുമ്പോൾ LDF നിന്ന് UDF മാറാനുള്ള തൻ്റെ നീക്കമായിരുന്നു ശരിയെന്ന് ബോധ്യപ്പെടുത്താനും ജോസ് കെ മാണിക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കും. വേണമെങ്കിൽ ഈ സർക്കാർ കാലാവധിക്കുള്ളിൽ തന്നെ മുന്നണി മാറ്റ സാധ്യതയുമുണ്ട്. പക്ഷേ മുന്നണി മാറ്റ സാധ്യതയിൽ UDF ഭൂരിപക്ഷം എത്രയാണെന്നത് ഏറ്റവും നിർണായകമാണ്. വലിയ ഭൂരിപക്ഷത്തിലാണ് UDF ജയിക്കുന്നതെങ്കിൽ മുന്നണി മാറ്റ മോഹം അറിയിച്ചാലും അതിന് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നീളാനും സാധ്യതയുണ്ട്. UDF ജയം കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിൽ മുന്നണി മാറ്റ സാധ്യത ഏറും. ഇനി സാധ്യത 4. LDF ജോസ് കെ മാണിക്കും തോൽവിയുണ്ടാകുന്നു. LDF ഭരണം കിട്ടാതിരിക്കുകയും പാലയിൽ ജോസ് കെ മാണി തോൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാവും ജോസിനെ സംബന്ധിച്ച് ഏറ്റവും കനത്ത തിരിച്ചടി. നേതാവെന്ന നിലയിൽ വലിയ വെല്ലുവിളിയാവും പിന്നീട് ഓരോ നിമിഷവും നേരിടേണ്ടി വരിക. മുന്നണി മാറ്റത്തിനുള്ള തൻ്റെ നീക്കം പൊളിച്ചതാണ് പാർട്ടിയെ ഈ അപകടത്തിലെത്തിച്ചതെന്ന് ഒരു വിഭാഗത്തെ ചിലപ്പോൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ ജോസ് കെ മാണിയുടെ നേതൃശേഷി നിരന്തരം ചോദ്യം ചെയ്യപ്പെടും. മറുപക്ഷത്ത് കേരള കോൺഗ്രസിൽ മോൻസും അബു ജോസഫും കരുത്തരാവുകയും മധ്യ കേരള രാഷ്ട്രീയത്തിലും ക്രൈസ്തവ സഭയ്ക്കിടയിലും ക്രൈസ്തവ രാഷ്ട്രീയത്തിലുമൊക്കെ അവർ കൂടുതൽ കരുത്തരാവുകയും ചെയ്യും. സ്വാഭാവികമായും ജോസ് ദുർബലനാകും. പിന്നീടുള്ള ഓരോ സമയവും പിളർപ്പിനുള്ള സാധ്യത ഡെമോക്രസിൻ്റെ വാൾ പോലെ തലയ്ക്കുമേൽ തൂങ്ങിയാടും. അതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ശീലം വെച്ച് അത്ര എളുപ്പവുമാവില്ല.